കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരാണ്. രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ശ്രീലകത്തത് ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ, നമ്മുടെ സച്ചിദാനന്ദക്കട്ടതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെല്ലാം ആ കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും, പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരയിലതാ ഓടക്കുഴലും തിരികെ വെച്ചിട്ടുണ്ട്. കയ്യിൽ കദളിപ്പഴമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിലാറാടി നാരായണ നാമം ചൊല്ലിയത് ആ കണ്ണൻ്റെ അടുത്തേക്ക്, ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ രൂപം അവർ മനസ്സിലേക്ക് ആവാഹിക്കണു. ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണു. നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് ആവാഹിക്കാം. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത്, ചുവന്ന പട്ടു ഞൊറിഞ്ഞുടുത്ത്, അരയിൽ ഓടക്കുഴലും തിരുകി, കയ്യിൽ കദളിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ സച്ചിദാനന്ദക്കട്ടയെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചോളൂ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ആ കണ്ണനതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ വരണു. ആ സ്നേഹത്തോടുകൂടി കണ്ണനെ വിചാരിച്ച് ആ കണ്ണൻ്റെ നാമം ചൊല്ലിയൊന്ന് ആവാഹിച്ചോളൂ. ഉറപ്പാണ് ആ കണ്ണൻ അവിടെ വരും. ആ കണ്ണനെ കുറച്ച് നേരം താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അതുറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ. കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അതുറപ്പാണ്. കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. ഒരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. നാമത്രയ മന്ത്രം ദിവസേന നമ്മൾ ഉപാസിക്കാം. ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാവുന്നതാണ് ഈ നാമത്രയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ്. ഈ കലികാലത്ത് നമുക്ക് കണ്ണൻ്റെ അടുത്തേക്ക് എത്തുവാൻ, കണ്ണനെ ഉപാസിച്ച് പ്രാർത്ഥിച്ച് നടക്കുവാൻ വേണ്ടി തന്ന മന്ത്രമാണ്. ആ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.